KR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൂടി ഒരു വാർത്ത കണ്ടിരുന്നു അല്ലേ? ടൈപ്പിസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് PSC നിയമനം പാടില്ലെന്ന് ധനവകുപ്പ് എന്ന ഹെഡിങ്ങോട് കൂടി ഒരു വാർത്ത നിങ്ങൾ കണ്ടിരുന്നു അല്ലെ? ചെലവ് ചുരുക്കാൻ കർശന നിർദ്ദേശങ്ങൾ എന്ന ഒരു ഹെഡിങ്ങോട് കൂടിയാണ് വാർത്ത കണ്ടിട്ടുള്ളത്. ചെലവ് നിയന്ത്രണം കടുപ്പിച്ച് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക വാഹനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കണം. അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിൽ കരാർ നിയമനം മാത്രമേ പാടുള്ളൂ. ഡ്രൈവർമാരെ പുനർവിന്യസിക്കണം. വകുപ്പുകളുടെ സെമിനാർ ശില്പശാല ചെലവുകൾ ബഡ്ജറ്റ് വിഹിതത്തിന്റെ 50% കൂടാൻ പാടില്ല തുടങ്ങിയ ഉൾപ്പെടെ കർശന നിർദ്ദേശങ്ങളുമായി സർക്കുലർ ധനവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികകളിലെ ജീവനക്കാരുടെ സേവന ആവശ്യകത നന്നേ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തില് അനിവാര്യമാകുന്ന ഘട്ടത്തിൽ മാത്രമേ ഇത്തരം ഓഫീസുകളിൽ പ്രസ്തുത തസ്തികകളിൽ വരുന്ന ഒഴിവുകൾ നികത്താൻ പാടുള്ളൂ. അപ്രകാരം ഒഴിവുകൾ നികത്തുന്നത് കരാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണമെന്നാണ് നിർദ്ദേശം. ഇതോടുകൂടി ഈ തസ്തികകളിലേക്ക് PSC വഴി ഇനിയൊരു നിയമനം ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. അങ്ങനെയൊരു വാർത്തയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് സർക്കുലറിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികകളിൽ ജീവനക്കാരുടെ സേവന ആവശ്യകത നന്നേ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓഫീസ് സംവിധാനം നിലവിലുള്ള ഓഫീസുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളുടെ ആവശ്യം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർവൽക്കരിച്ചിരിക്കുന്ന ഓഫീസുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾക്ക് ക്ലർക്ക് അതുപോലെ തന്നെ സൂപ്രണ്ടന്റിന്റെ ആവശ്യമേ ഉണ്ടാവുന്നുള്ളൂ. അവിടെ ഓഫീസ് അറ്റൻഡന്റ് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റിന്റെ ആവശ്യമില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ്, അവരുടെ ആവശ്യകത കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിലവില് ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്ക് നിയമനങ്ങൾ ഇനി ഉണ്ടാവുമോ എന്ന ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ. കാരണം ധാരാളം ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് ടൈപ്പിസ്റ്റ് തസ്തിക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി പൊതുവെ നിയമനങ്ങളൊക്കെ തന്നെ കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ നിയമനങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന ലിസ്റ്റുകളിലേക്ക് എങ്ങനെയായിരിക്കും ഇതിന്റെ നടപടികൾ ഉണ്ടാവുക എന്ന് എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ ഓഫീസ് സംവിധാനം നിലവിലുള്ള ഓഫീസുകളിലാണ് ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്ക് നിയമനം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള നിയമനങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ നടപ്പാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ, ഈ ഓഫീസ് സംവിധാനം അല്ലാത്ത മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ തന്നെ നിലവിൽ നിലനിൽക്കുന്ന തസ്തികകളിലുള്ള ടൈപ്പിസ്റ്റ് തസ്തികകളിലുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തന്നെ സാധാരണ പോലെ നിയമനങ്ങൾ നടക്കുമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും അതിന് നമ്മുടെ ഈ തസ്തികകളിലേക്ക് ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്ക് പഠിച്ച് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇങ്ങനെയുള്ള നടപടികൾക്കെതിരെ നിങ്ങൾക്ക് നിവേദനങ്ങളൊക്കെ സമർപ്പിക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്ക് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരും അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് KGTA കോഴ്സ് പാസ്സായിട്ട് ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയുള്ള ഓർഡറുകൾ അവരെ ദുരിതത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാരിന് നിവേദനങ്ങളൊക്കെ സമർപ്പിച്ചാൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ നമുക്ക് ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാവാതെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പരിധിവരെ മുമ്പോട്ട് പോകാൻ സാധിക്കും. നിലവില് മൊത്തത്തില് എല്ലാ തസ്തികകളിലും LDC, LGS, പോലീസ് എല്ലാ വകുപ്പുകളിലും പൊതുവെ നിയമനങ്ങളൊക്കെ തന്നെ കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയമനങ്ങൾ പഴയ രീതിക്ക് തന്നെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഉദ്യോഗാർത്ഥികൾ ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ ഒഴിവുകളെല്ലാം തന്നെ PSC റിപ്പോർട്ട് ചെയ്യിക്കാനും അതനുസരിച്ച് കൂടുതൽ നിയമനങ്ങളൊക്കെ നടക്കാനും സാധ്യതയുള്ളൂ. അല്ലാതെ
PSC നമ്മളെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിയമനം നടന്നുകൊള്ളൂ എന്ന ഒരു വിശ്വാസത്തിന് പുറത്ത് മുമ്പോട്ട് നീങ്ങുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു തെറ്റിദ്ധാരണയാണ് എന്നുള്ള കാര്യമാണ് ഓരോ ഉദ്യോഗാർത്ഥിയും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ നിയമനങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ ഉദ്യോഗാർത്ഥിയും ഇത് നമ്മുടെ കടമയാണ് എന്ന് കണ്ട് എല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനം ഇതിലൂടെ നടത്തണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.